السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ പവിത്രമായ മാസത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്താക്കിയ റമളാൻ മാസത്തിൻ്റെ ഇടയിലുള്ള ശഅബാൻ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഒരുപാട് ശ്രേഷ്ഠതകളും നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് നന്മകളും സഹോദരങ്ങളെ ഈ മാസത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് കണ്ടതിനാൽ അദ്ദേഹം ചോദിച്ചതാണ്. അദ്ദേഹം പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹറൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. താങ്കൾ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും സുന്നത്ത് നോമ്പുകൾ ഇങ്ങനെ അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ഈ ഒരു മാസം എന്ന് വെച്ചാൽ റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ്. റജബ് എന്നുള്ളത് 4 പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒന്നായതിനാൽ പൊതുവെ ആളുകൾ അത് ശ്രദ്ധിക്കാറുണ്ട്. റമളാനിൻ്റെ ശ്രേഷ്ഠത മുഴുവൻ ജനങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും അറിയുന്നത് തന്നെയാണ്. ഇതിനിടയിൽ ഇങ്ങനൊരു മാസം, ഇതിനെക്കുറിച്ച് ആളുകളിൽ പലരും അശ്രദ്ധയിലായി പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ഒരു വർഷത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഉയരുന്ന, അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്ന ഒരു മാസമാണിത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിം. അതുകൊണ്ട് തന്നെ എൻ്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട പാഠമുണ്ട്. ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കേണ്ട മാസമാണ് ശഅബാൻ മാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു മാസങ്ങളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്നാണ് സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസം കൂടിയാണ് ശഅബാൻ മാസം എന്നുള്ളതും, അതുപോലെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വർഷാവർഷം ഉയരുന്നത് ഈ മാസത്തിലാണെന്നുള്ളതും സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൽക്കർമ്മങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, വലം അറഹു സായിമൻ മിൻ ശഹ്രിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ കാന യസൂമു ശഅബാന കുല്ലഹ് കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിലേതുപോലെ ധാരാളക്കണക്കിന് നോമ്പ് വർദ്ധിപ്പിക്കുന്നത് ഞാൻ മറ്റൊരു മാസത്തിലും കണ്ടിട്ടേയില്ല.
കാന യസൂമു ശഅബാന കുല്ലഹ്, അവിടുന്ന് ശഅബാൻ മാസം പൂർണ്ണമായി തന്നെ നോമ്പെടുക്കുമായിരുന്നു. കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല, അഥവാ ശഅബാൻ മാസത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ നമുക്ക് അറിയിച്ചു നൽകുകയാണ്. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വബയാനു അന്ന ഖൗലഹാ കുല്ലഹ്, മുഴുവനായി ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു എന്ന അവരുടെ വാക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഗാലിബഹു, അതിലെ മിക്ക ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, വഫീഹി, അഥവാ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിലുണ്ട്, ദലീലുൻ അല ഇസ്തിഹ്ബാബി ഇമാറത്തി ഔഖാത്തി ഗഫ്ലത്തിൻ നാസ് ബിത്താഅ, ജനങ്ങളെല്ലാം അശ്രദ്ധയിലായി പോകുന്ന സമയത്ത്, ജനങ്ങളെല്ലാം അള്ളാഹുവിനെ കുറിച്ച് വലിയ ചിന്തയിലൊന്നുമല്ലാത്ത സമയത്ത് അള്ളാഹുവിനെ നല്ല നിലക്ക് പുണ്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൽ അതിൽ നല്ല ഇസ്തിഹ്ബാബുണ്ട്, അതിൽ പുണ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയാണ്. വഅന്ന ദാലിക മഹ്ബൂബുൻ ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് വലിയ പ്രിയങ്കരമായ കാര്യമാണ് ജനങ്ങളൊക്കെ അശ്രദ്ധയിലായി കഴിയുന്ന സമയത്ത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറക്കാതെ റബ്ബിനെ നന്നായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ശരീഅത്തിന്റെ പൊതു തത്വത്തിൽപ്പെട്ട കാര്യമാണ്. അത് അള്ളാഹുവിന് വലിയ പ്രിയങ്കരമായ കാര്യമാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റതി ഇലൈ, ആളുകളെല്ലാം കുഴപ്പത്തിലും പ്രശ്നങ്ങളിലും ഫിത്നയിലുമായി കഴിയുന്ന സമയത്ത് ഒരാൾ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നന്നായി ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഹിജ്റ വന്ന ഒരുവനെ പോലെയാണ് അവന്റെ സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയുടെ സമയത്ത് അതിലൊന്നും തലയിടാതെ തൻ്റെ കാര്യം നോക്കി ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളെ ഹിജ്റ ചെയ്തവനെ പോലെയാണ് എന്ന് പറയുവാനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുകയാണ്. വസബബു ദാലിക്, അതിനുള്ള കാരണം അന്നന്നാസ ഫീ സമനിൽ ഫിതൻ, കുഴപ്പങ്ങളുടെ കാലത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യത്തബിഊന അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛകളെയാണ് അവർ പിൻപറ്റുക. ഒരു ഫിത്നയുണ്ടായാൽ പിന്നെ ദീനൊന്നും നോക്കാറില്ല, ഖുർആൻ നോക്കാറില്ല, ഹദീസ് നോക്കാറില്ല, അവനവന്റെ ദേഹേച്ഛകളെ പിൻപറ്റുന്ന സമയമായിരിക്കും ഫിത്നകളുടെ സമയം. വലാ യർജിഊന ഇലാ ദീൻ, ദീനിലേക്ക് മടങ്ങുന്ന ഒരു പ്രവണത അവരിൽ കാണുകയില്ല. ഫയകൂനു ഹാലുഹും ശബീഹൻ ബിഹാലിൽ ജാഹിലിയ്യ, ആ സമയത്ത് അവരുടെ സ്വഭാവം കണ്ടാൽ, അവരുടെ അവസ്ഥ കണ്ടാൽ ജാഹിലിയത്തിലുള്ള മുശ്രിക്കുകളുടെ ആ അവസ്ഥയിലായിരിക്കും. ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുകയില്ല, ഹദീസുകൾ പറയുന്നത് ശ്രദ്ധിക്കുകയില്ല, ആ നിലക്ക് ജാഹിലിയത്തിന്റെ സ്വഭാവമായിരിക്കും അവരിൽ ഉണ്ടാകുക. ഫൈദൻ ഫറദ മിൻ ബൈനിഹിം, ഇതിനിടയിൽ ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട് മൻ യതമസ്സകു ബിദീനിഹി, അവന്റെ ദീനൊക്കെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, വയഅ്ബുദു റബ്ബഹ്, അവന്റെ റബ്ബിനെ നന്നായി ഇബാദത്ത് ചെയ്യുന്നതിൽ ശ്രദ്ധ കാണിച്ചാൽ, വയത്തബിഉ മറാദിഹ് വയജ്തനിബു മസാഖിതഹ്, അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അല്ലാഹുവിന് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പിൻപറ്റിക്കൊണ്ട് ഒരാൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ, കാന ബിമൻസിലതി മൻ ഹാജറ മിൻ ബൈനി അഹ്ലിൽ ജാഹിലിയ്യ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ജാഹിലിയത്തിൽപ്പെട്ട മുശ്രിക്കുകളുടെ ഇടയിൽ നിന്നും, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മുശ്രിക്കുകളുടെ ഇടയിൽ നിന്നും റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരാൾ ഹിജ്റ ചെയ്തു വന്നവനെ പോലെയാണ് അവന്റെ അവസ്ഥ. മുഅ്മിനൻ ബിഹി, റസൂലുള്ളാഹിൽ വിശ്വസിച്ചുകൊണ്ട്, മുത്തബിഅൻ ലി അവാബിരി മുജ്തനിബൻ ലി നവാഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളൊക്കെ സുന്നത്തൊക്കെ പിൻപറ്റി അവിടുന്ന് വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച് ഹിജ്റ ചെയ്ത ഒരുവനെ പോലെയാണ് ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, ആളുകൾ അള്ളാഹുവിനെ മറന്നുപോകുന്ന കാലഘട്ടങ്ങളിൽ ഒരാൾ നന്നായി ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി അവൻ ഒറ്റപ്പെട്ടാലും ശരി സഹോദരങ്ങളെ, അതിൽ വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം അള്ളാഹുവിനെ ആളുകൾ മറന്നുപോകുന്ന, ആളുകൾക്ക് വലിയ ധാരണയില്ലാത്ത സമയങ്ങളിലും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കിയ ആളുകൾ ആ സമയത്ത് പുണ്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമയത്ത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാരണം സഹോദരങ്ങളെ, റമളാൻ മാസത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. റമളാനിനുള്ള മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ ശഅബാനിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറയുവാനുള്ള കാരണം. മഹാനായ അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാ, നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയാൻ, ഇദാ ദഖല ശഅബാൻ അഗ്ലഖ ഹനൂത, അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്ന, അദ്ദേഹം ശഅബാൻ മാസമായാൽ തന്നെ അദ്ദേഹത്തിന്റെ കച്ചവടമൊക്കെ ഒന്ന് അവിടെ മാറ്റിവെക്കുകയാണ്. എന്നിട്ടോ വതഫറഗ ലി ഖിറാഅത്തിൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞിരിക്കുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു,
തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരുവന്റെ സ്വന്തത്തെ നന്നാക്കിയവന് അവന് മംഗളങ്ങൾ ഉണ്ടാകട്ടെ, അവനാണ് യഥാർത്ഥ വിജയം കൈവരിച്ചത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സഹോദരങ്ങളെ, റമളാൻ മാസത്തെ കുറിച്ചല്ല പറഞ്ഞത്, അതിന് തൊട്ടുമുമ്പുള്ള മാസത്തിൽ തന്നെ റമളാനിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളായി അദ്ദേഹം ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറിയിരിക്കുകയാണ്. കാരണം സഹോദരങ്ങൾ, ഇതിൽ നിന്ന് വലിയൊരു പാഠമുണ്ട്. യഥാർത്ഥത്തിൽ റമളാൻ മാസമാകുന്ന സമയത്ത് പലരും തിരക്കിട്ടുകൊണ്ട് ഖുർആൻ ഓതി എങ്ങനെയെങ്കിലുമൊക്കെ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ പലർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. പരിചയമില്ലാത്തതാണ്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ പരിചയമില്ല. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ തന്നെ നമ്മൾ ഖുർആനൊക്കെ എടുത്ത് നന്നായി പാരായണം ചെയ്തു തുടങ്ങിയാൽ റമളാനിന്റെ 1 മുതൽ തന്നെ നമുക്ക് നേരത്തെ ഓതുന്നതിനേക്കാൾ കൂടുതൽ ഓതാൻ സാധിക്കും, കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ലമ്മാ കാന ശഅബാൻ കൽ മുഖദ്ദമത്തി റമളാൻ, ശഅബാൻ മാസം എന്നുള്ളത് റമളാനിന് ഒരു ആമുഖം എന്നോണമായതിനാൽ ശുരിഅ ഫീ മാ യുശ്റഉ ഫീ റമളാൻ, റമളാൻ മാസത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ശഅബാനിൽ തന്നെ ഒന്ന് ആരംഭിക്കുന്നത് അത് ശർആക്കപ്പെട്ടിട്ടുണ്ട്. മിനസ്സിയാം, നോമ്പ്, വഖിറാഅത്തിൽ ഖുർആൻ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം. ശഅബാൻ മാസത്തിൽ സുന്നത്തായ നോമ്പുകൾ ഒരാൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ റമളാൻ മാസത്തിൽ പിന്നെ ക്ഷീണം കൊണ്ടുള്ള പ്രയാസമില്ല. പലരും റമളാൻ മാസത്തിൽ അവർക്ക് വരുന്ന വലിയൊരു അപാകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം ഒരു വേള 11 മാസക്കാലം ഒരു സുന്നത്ത് നോമ്പ് പോലും പലരും എടുത്തിട്ടുണ്ടാവുകയില്ല. അങ്ങനെ റമളാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോഴേക്കും ക്ഷീണമാണ്. പലരും ചിന്തിക്കുന്നത് റമളാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് രാപ്പകലുകൾ ഇങ്ങനെ അശ്രദ്ധയിലായിക്കൊണ്ട് ഉറങ്ങി തീർക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. റമളാനിന്റെ പകലിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നോമ്പ് അതിനാണ് സഹായകമാകേണ്ടത്, അതല്ലാതെ ഉറങ്ങി തീർക്കാനല്ല. അങ്ങനെ നോമ്പെടുത്ത് ശീലമില്ലാത്ത ആളുകൾക്ക് ശീലമുണ്ടാകാനുള്ള വലിയൊരവസരമാണ് ശഅബാനിൽ തന്നെ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ശഅബാനിൽ തന്നെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അദ്ദേഹം പറയുന്നു, റമളാൻ, റമളാൻ മാസത്തിൽ ഒരു മുന്നൊരുക്കം ഉണ്ടാകുന്നതിന് വേണ്ടി റഹ്മാനായ റബ്ബിനെ അനുസരിക്കുന്ന കാര്യത്തിൽ സ്വന്തം നഫ്സിനെ ഒന്ന് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തെ അശ്രദ്ധയിലായിക്കൊണ്ട് കളയാൻ പാടില്ല. മറിച്ച് റമളാൻ മാസത്തിൽ വലിയ അമലുകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനൊരു പരിശീലന കളരിയായിട്ട് ഈ ശഅബാൻ മാസത്തെ കാണേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. മഹാനായ അബൂബക്കർ അൽ വറാഖ് അൽ ബൽഖി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയും, ഷഹ്റു റജബ് ഷഹ്റുൻ ലിസ്സർ, റജബ് മാസം എന്ന് പറയുന്നത് അഥവാ റമളാനിന്റെ 2 മാസം മുമ്പുള്ള കഴിഞ്ഞ മാസമായ റജബ് മാസം എന്ന് പറയുന്നത് അത് വിത്ത് വിതക്കേണ്ട മാസമാണ്. വശഹ്റു ശഅബാൻ ഷഹ്റു സുഖി ലിസ്സർ, അതുപോലെ തന്നെ ശഅബാൻ മാസത്തിൽ ആ വിത്തിന് വെള്ളം നനയ്ക്കേണ്ട മാസവുമാണ്. വശഹ്റു റമളാൻ ഷഹ്റു ഹസാദിസ്സർ, ആ റമളാൻ മാസത്തിലാണ് ഈ വിത്ത് വിതച്ചത് കൊയ്യാനുള്ള മാസം, ഫലം കിട്ടുന്ന മാസം അത് റമളാൻ മാസത്തിലാണ്. അദ്ദേഹം പറയുന്നു, ഫമൻ ലം യസ്റഅ ഫി റജബ്, ആരെങ്കിലും ഈ റജബ് മാസത്തിൽ വിത്തിട്ടിട്ടില്ല, വലം യസ്ഖി ഫി ശഅബാൻ, ശഅബാനിൽ വെള്ളവും ഒഴിച്ചിട്ടില്ല, ഫകൈഫ യുരീദു അൻ യഹ്സുദ ഫി റമളാൻ, എങ്ങനെയാണ് അവന് റമളാനിൽ ആ ഫലങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുക അദ്ദേഹം ചോദിക്കുകയാണ്. സഹോദരങ്ങൾ, പലപ്പോഴും ഓരോ റമളാൻ വരുന്ന സമയത്തും റമളാൻ കടന്നു പോകുന്ന സമയത്തും ആളുകൾ വലിയ നിരാശയിലാണ്. വേണ്ടത്ര ഓതാൻ പറ്റിയിട്ടില്ല, തുടക്കത്തിൽ ഒരുപാട് ദിവസങ്ങൾ മിസ്സായിപ്പോയി, അവസാനത്തിലേക്ക് പലതും ഓതാൻ പറ്റിയിട്ടില്ല, ഓതി ശീലമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നിരാശയിലേക്ക് നമ്മൾ നിരന്തരം വീണുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റമളാനിന് മുമ്പേ തന്നെ നോമ്പനുഷ്ഠിച്ച് നന്നായി ശീലമുള്ള ആളുകൾക്ക് റമളാനിന്റെ പകലുകളിൽ ഒരു ക്ഷീണം ഉണ്ടാവുകയില്ല, നന്നായി ഇബാദത്തിന് മാറിയിരിക്കാൻ സാധിക്കും. ഖുർആൻ ഒന്നിലധികം തവണ ഖത്മുകൾ പൂർത്തിയാക്കാൻ ഒരാൾക്ക് റമളാനിൽ സാധിക്കുന്നതിന് അതിനു മുമ്പ് തന്നെ പരിശീലനം നേടിയ ആളുകൾക്കാണ്. ദുനിയാവിൽ തന്നെ ഏതൊരു കാര്യവും സഹോദരങ്ങളെ അങ്ങനെയല്ലേ, പരിശീലനമില്ലാത്തൊരു കാര്യത്തിലേക്ക് ആദ്യമായി ചുവടുവെക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വേണ്ട രൂപത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല, കൃത്യതയോടുകൂടി നിർവഹിക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഒരു പരിശീലനം ഈ ശഅബാൻ മാസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ റമളാനിൽ ആർക്കെങ്കിലും നോമ്പുകൾ ഖളാ ഉണ്ട് എങ്കിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല, യാത്ര കാരണത്താലോ അല്ലെങ്കിൽ രോഗിയായത് കാരണത്താലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മുലയൂട്ടുന്ന കാരണത്താലോ, അല്ലെങ്കിൽ അവർക്കുള്ള ഹൈലോ നിഫാസോ ഉള്ള കാരണത്താലോ ഈ റമളാനിലെ നോമ്പ് ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രയും പെട്ടെന്ന് ഈ ശഅബാൻ മാസത്തിൽ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ഖളാ വീട്ടേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർക്കെങ്കിലും ഈ 11 മാസത്തിൽ സഹോദരങ്ങളെ ഖളാ വീട്ടാൻ യാതൊരു തടസ്സവും ശർഈയായ ഒരു ഒഴികഴിവുമില്ല, എന്നിട്ടും ഒരാൾ ഖളാ വീട്ടുന്നില്ല എങ്കിൽ അടുത്ത റമളാൻ വരെ നോക്കി നിൽക്കുകയാണ്, ഖളാ വീട്ടുന്നില്ല, ഒരു ഒഴികഴിവും
കഴിവുമില്ല എങ്കിൽ സഹോദരങ്ങൾ, അത് ഹറാമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്, അള്ളാഹുവിങ്കൽ കുറ്റം കിട്ടുന്ന കാര്യമാണ്. റമദാനിൽ അള്ളാഹു നിങ്ങൾക്ക് ഒഴികഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ 11 മാസത്തിൽ സഹോദരങ്ങളെ അത് നോറ്റുവിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതല്ലാതെ അടുത്ത റമദാൻ വരെ പിന്തിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ശർഈയായ ഒഴികഴിവില്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, തൗബ ചെയ്യേണ്ട കാര്യമാണ്. അവർ ആ നോമ്പ് നോറ്റുവിട്ടുന്നതിനോടൊപ്പം തന്നെ അവർ ഫിദിയ കൂടി നൽകേണ്ടതുണ്ട്. ഓരോ നോമ്പിനും 1.5 കിലോ അരി, ഓരോ നോമ്പിനും സഹോദരങ്ങൾ ഏകദേശം 1.5 കിലോ അരി അവർ നോറ്റുവിട്ടേണ്ടതുണ്ട്, എന്നാൽ അത് കൊടുത്തു വിട്ടേണ്ടതുണ്ട്. എന്നാൽ ഒരാൾക്ക് ശർഈയായ ഒഴികഴിവുണ്ട് എന്ന് വിചാരിക്കുക, അഥവാ പ്രസവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നോമ്പ് ഒഴിവാക്കി, പിന്നീട് 1 വർഷം മുലയൂട്ടുന്നതിന്റെ കാരണത്താൽ അവർക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ യാത്രക്കാരനായ ഒരു വ്യക്തി റമദാനിൽ നോമ്പ് ഒഴിവാക്കി, ബാക്കിയുള്ള 11 മാസത്തിൽ വല്ല ഉദുറുള്ള കാര്യങ്ങൾ അവർക്കുണ്ടായി, രോഗമോ മറ്റോ ഉണ്ടായി, സഹോദരങ്ങളെ, ഇത്തരം ശർഈയായ ഒഴികഴിവ് ഒരാൾക്കുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിങ്കൽ കുറ്റമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത റമദാനിന് ശേഷവും എപ്പോഴാണോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുന്നത്, ആ സമയത്ത് നോമ്പ് നോറ്റുവിട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. അതിനുവേണ്ടി ഇവർ പ്രത്യേക ഫിദിയൊന്നും അവർ നൽകേണ്ടതില്ല എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുമായിരുന്നു, കാന യകൂനു അലയ്യ സൗമു മിൻ റമദാൻ, എനിക്ക് റമദാൻ മാസത്തിൽ ഖളാ നോമ്പ് ഉണ്ടാകാറുണ്ട്. ഫമാ അസ്തതിഉ അൻ അഖ്ലി ഇല്ലാ ഫി ശഅബാൻ, ശഅബാനിലല്ലാതെ എനിക്കത് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മറ്റുമൊക്കെ ഉള്ളതിനാൽ അവർ പലപ്പോഴും ശഅബാനിലാണ് അത് പൂർത്തിയാക്കാറുണ്ടായിരുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അവർ ശഅബാനിൽ തന്നെ അവസാനം വെച്ച് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഖളാ നോമ്പുള്ള ആളുകളുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ശഅബാൻ മാസത്തിൽ ആ ഖളാ നോമ്പുകൾ നോറ്റുവിട്ടേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാനത്തേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ നോക്കരുത്, എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കുക. അതുപോലെ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ 15-ന്, ശഅബാൻ 15-ന് പ്രത്യേകമായ എന്തെങ്കിലുമൊക്കെ സുന്നത്തുകളുണ്ടോ, അതിന് വല്ല പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15-ന്റെ അന്ന് അല്ലാഹുവിന്റെ ഒരു നോട്ടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു ഇടപെടലുണ്ട്. ഫയഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി, എന്നിട്ട് ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലാ ലി മുശ്രിക്, ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കിനില്ല, ഷിർക്ക് ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നില്ല. ഔ മുശാഹിൻ, അതുപോലെ മുശാഹിനും പുറത്തു കൊടുക്കുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് മുശാഹിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? മഹാനായ ഇബ്നുൽ അസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ മുശാഹിനു ഹുവൽ മുആദി, പരസ്പരം ശത്രുതയും പകയും വെച്ച് നടക്കുന്ന ആളുകളാണ് മുശാഹിൻ എന്ന് പറയുന്നത്. ഇത്തരക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എത്ര ആളുകളാണ് സഹോദരങ്ങളെ ഖൽബിൽ എപ്പോഴും മറ്റുള്ള മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്നത്, ഒരു തെറ്റുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കാൻ പറഞ്ഞൊരു കാരണങ്ങളുമില്ലാതെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളെ വെറുക്കുന്ന, അവരോട് വിദ്വേഷം കാണിക്കുന്ന എത്ര ആളുകളാണ് സഹോദരങ്ങളെ. ഈ അവസരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകർക്ക് പുറത്തു കൊടുക്കുന്ന സമയത്ത്, മുശ്രിക്കുകളല്ലാത്ത ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത പകയും അടങ്ങാത്ത വിദ്വേഷമുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണത് എന്ന് മനസ്സിലാക്കുക. ഇമാമുൽ ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം മുശാഹിൻ അർത്ഥം വെച്ചത് അറാദ ബിൽ മുശാഹിൻ ഹാഹുന, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശാഹിൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഹുവ സാഹിബുൽ ബിദ്അ അൽ മുഫാരിഖു ലി ജമാഅത്തിൽ ഉമ്മ, മുസ്ലിം സമുദായത്തോട് ഭിന്നിച്ചു നിൽക്കുന്ന ബിദ്അത്തുകാരാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നാണ്. അഥവാ ബിദ്അത്തിൽ മുങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട്, വ്യത്യസ്ത ബിദ്അത്തിന്റെ കക്ഷികളിൽ ചേർന്നിട്ടുള്ള ആളുകളുണ്ട്, അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, 2 വിഭാഗം ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല. ഒന്ന് ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ്, രണ്ടാമത്തേത് ബിദ്അത്ത് ചെയ്യുന്ന ആളുകളാണ്. വേറൊരർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെച്ച് നടക്കുന്ന ആളുകളാണ്. ഈ 3 സ്വഭാവം സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മുടെ അമലുകളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യുന്ന മുഖ്ലിസീങ്ങളായ മുവഹിദീങ്ങളായ ആളുകളാകണം. ശിർക്കുണ്ടെങ്കിൽ ഈ സമയത്തെന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയത്തും അവന്റെ പാപങ്ങൾ പുറത്തു തരികയില്ല, അവന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അതുപോലെ ബിദ്അത്തുകളിലാൽ നമ്മൾ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിദ്അത്തുകാരുടെ കൂടെയാണെങ്കിൽ സഹോദരങ്ങളെ അവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് ലഭിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യത്തലു അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി
നിസ്ഫി മിൻ ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിന്റെ 15-ന് ഇതാ ജനങ്ങളിലേക്ക് മുഴുവൻ നോക്കുകയാണ്. ഫയഗ്ഫിറു ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്, മുശ്രിക്കുകൾക്കല്ല. വയുംലിൽ കാഫിരീൻ, കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു അവധി നൽകിയിട്ടുള്ളതാണ്. എന്നിട്ട് പറയുന്നു വയദഉ അഹ്ലൽ ഹിഖ്ദി ബിഹിഖ്ദിഹിം ഹത്താ യദഉ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ആളുകൾ അത് ഉപേക്ഷിക്കുവോളം അവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നില്ല എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ ശഅബാൻ മാസത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, ചര്യയിൽപ്പെട്ടതാണ്. അത് നമ്മൾ വർദ്ധിപ്പിക്കുക. ഖുർആൻ പാരായണം അത് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഇതുപോലെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെച്ച് നടക്കുക എന്നുള്ള കാര്യങ്ങളിൽ നിന്നുമെല്ലാം തന്നെ സഹോദരങ്ങളെ നമ്മുടെ ഖൽബിനെ മുക്തമാക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശഅബാനിൽ ഈ നൽകുന്ന മഗ്ഫിറത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കി ശഅബാൻ 15-ന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളല്ലാത്ത മുവഹിദീങ്ങൾക്ക്, ബിദ്അത്തുകൾ ചെയ്യാത്ത ആളുകൾക്ക്, ഹൃദയങ്ങളിൽ വിദ്വേഷം വെച്ച് പുലർത്താത്ത ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ശഅബാൻ 15-ന്റെ ദിവസത്തിൽ പ്രത്യേകമായി അതിൻ്റെ രാവിലോ അല്ലെങ്കിൽ അതിൻ്റെ പകലിലോ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മുടെ മുൻഗാമികളായ സഹാബികൾ ഉൾപ്പെടെയുള്ള അയിമ്മത്തുകൾ ആരെങ്കിലും സഹോദരങ്ങളെ ആ ദിവസത്തിൽ പ്രത്യേകമായ സൽക്കർമ്മങ്ങൾ എന്തെങ്കിലും ഉള്ളതായി അവർ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സഹോദരങ്ങൾ, നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മളങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന, വളരെ വ്യക്തമായ യാതൊരു സംശയവുമില്ലാത്ത വിധം മനസ്സിലാകുന്ന കാര്യമാണ്, ശഅബാൻ 15-ന് അല്ലാഹു തആല പുറത്തു തരുമെന്നുള്ള ഹദീസ് സഹിഹാണ്. പക്ഷെ ആ ദിവസത്തിൻ്റെ രാവിലോ പകലിലോ പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ നിസ്കാരമോ പ്രത്യേകമായ ദിക്റുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ സമയമാകുന്ന സമയത്ത് പലരും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ഹദീസുകളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ശരിയാണ്, പല ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാവരും വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്, ഈ ഹദീസുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിയുണ്ടാക്കിയ മൗലൂആയ ഹദീസുകളാണ്, അല്ലെങ്കിൽ വളരെ ദുർബലമായ ഹദീസുകളാണ്. ആ ഹദീസുകളിൽ സഹോദരങ്ങളെ അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15 ആയാൽ ഫഖൂമു ലൈലഹ, ആ 15-ന്റെ രാത്രി നിങ്ങൾ നിന്ന് നിസ്കരിക്കണം. വസൂമു നഹാറഹ, അതിന്റെ പകൽ നോമ്പെടുക്കണം. ഒരു പ്രത്യേകമായ നോമ്പ് ശഅബാൻ 15-ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ ഹദീസുണ്ട്. പക്ഷേ മൗലൂആൻ, കെട്ടിയുണ്ടാക്കിയതാണ്, സനദ് പോലും ഇല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പിൽക്കാലത്ത് ആരോ വെറുതെ എഴുതിയുണ്ടാക്കിയ ഒരു ഹദീസാണ്. അതിന് ഹദീസ് എന്ന് പോലും പറയാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ. അങ്ങനെയുണ്ട്. അതുപോലെ ശഅബാൻ 15-ന്റെ രാവിൽ നമുക്ക് കാണാൻ സാധിക്കും, ചിലർ പറയുന്ന 100 റക്അത്ത് നിസ്കാരമുണ്ട്. ആ 100 റക്അത്തിൽ ഓരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ട് 1000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന നിസ്കാരമുണ്ട് എന്നുള്ളതാണ്. ഇമാമുൻ നവവി റഹിമഹുല്ലാ അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ചില സലാത്തു റഗായിബ് എന്ന് പറഞ്ഞ് നിസ്കരിക്കാറുണ്ട്. അതുപോലെ തന്നെ ശഅബാൻ 15-ന്റെ രാവിലും 100 റക്അത്ത് ചിലർ നിസ്കരിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹാതാനി സലാതാനി മുൻകറതാനി ബിദ്അതാനി ഖബീസതാൻ, ഈ പറയുന്ന 2 നിസ്കാരങ്ങളും അത് മുൻകറതാൻ, ഖബീസതാൻ, ബിദ്അതാൻ, പുതുതായി ഉണ്ടാക്കിയ മ്ലേച്ഛമായതാണ് എന്ന് നിസ്കാരത്തെ കുറിച്ചാണ് ഇമാമുൻ നവവി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്? കാരണം ഇത് സഹോദരങ്ങളെ ഒരു ഹദീസിലും വന്നിട്ടില്ല. പിൽക്കാലക്കാർ വെറുതെ കള്ളമായി എഴുതിയിട്ട് ഇസ്ലാമിന്റെ പേരിലേക്ക് ചേർത്തി വെച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൂട്ടേണ്ട ആളുകളല്ല മുസ്ലിമീങ്ങൾ. അവർ അഭിമാനമുള്ളവരാണ്. അവർ ചെയ്യുന്ന ഓരോ അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായിരിക്കും, നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ചതായിരിക്കും. അതല്ലാതെ പിൽക്കാലത്ത് ഏതെങ്കിലുമൊക്കെ നൂറ്റാണ്ടിൽ ആരെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടിയാൽ അതൊന്നും ചെയ്യേണ്ട, ആചരിക്കേണ്ട യാതൊരു ഗതികേടും സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾക്കില്ല. ഇമാം നവവി റഹിമഹുല്ലാ അതോടൊപ്പം പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കൂത്തുൽ ഖുലൂബിലും അതുപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ, ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ നിങ്ങൾ കാണും. അതിലൊന്നും ആരും വഞ്ചിതരാകേണ്ടതാ എന്നുള്ള കാര്യം
ഇമാമുൻ നവവി റഹിമഹുല്ല അദ്ദേഹം സഹോദരങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശഅബാൻ 15 രാവിലെ പ്രത്യേക നിസ്കാരമില്ല, പ്രത്യേക സദസ്സുകൾ സംഘടിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ പ്രത്യേകമായ നോമ്പ്, ബറാഅത്ത് നോമ്പ് എന്നുള്ള പേരിൽ സഹോദരങ്ങളെ അങ്ങനെ ഒരു നോമ്പില്ല. മറിച്ച് ശഅബാൻ മുഴുവൻ ഒരാൾ നോമ്പനുഷ്ഠിക്കാൻ, കുറച്ച് ദിവസങ്ങൾ ബാക്കി വെച്ച് മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ആ ദിവസവും നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. മാസത്തിൽ 13, 14, 15 നോമ്പെടുക്കുന്ന ആളുകൾക്ക് ആ 15 നോമ്പെടുക്കാവുന്നതാണ്. എന്നാൽ ഒരാൾ 15 പ്രത്യേകമായി അന്നൊരു നോമ്പെടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ബിദ്അത്താണ്, അത് തെറ്റാണ്. അതുകൊണ്ട് ഒരാൾക്ക് പ്രതിഫലമല്ല ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ഈ ദിവസത്തിന്റെ പോരിശ കൂട്ടുവാൻ വേണ്ടി അവർ സൂറത്തു ദുഖാനിലെ ആദ്യത്തെ ആയത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഖുർആൻ അത് ഇറങ്ങിയിട്ടുള്ളത് മുബാറക്കായ ഒരു രാത്രിയിലാണ്, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ്, ഇത് ബറാഅത്തിന്റെ രാവാണ് എന്ന് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, വമൻ ഖാലഹ ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇതാരെങ്കിലും ശഅബാൻ 15 രാവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കമാ റുവിയ അൻ ഇക്രിമ, മുൻഗാമികളിൽപ്പെട്ട ഇക്രിമ റഹിമഹുല്ലയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചില ഉദ്ധരണി വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഒക്കെ ഇത് പറയുന്നുണ്ടെങ്കിൽ ഫഖദ് അബ്അദ നജ്അ ഫഇന്ന നസ്സൽ ഖുർആൻ അന്നഹാ ഫി റമളാൻ, അവൻ ശരിയോട് വളരെ വിദൂരത്തായിരിക്കുന്നു. ഫഇന്ന നസ്സൽ ഖുർആൻ അന്നഹാ ഫി റമളാൻ, കാരണം ഖുർആനിന്റെ നസ്സ് വളരെ വ്യക്തമല്ലേ സഹോദരങ്ങളെ, റമളാനിലാണല്ലോ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ, തീർച്ചയായും ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത് ലൈലത്തുൽ ഖദർ ആണെന്നുള്ളത്, ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ റമളാനിന്റെ അവസാനത്തെ 10-ലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരിച്ച അനുഗ്രഹീതമായ രാവ് അത് ബറാഅത്തിന്റെ രാവ് എന്നുള്ള പേരിൽ പറയപ്പെടുന്ന ശഅബാൻ 15 രാവയല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ രാവിന് പ്രത്യേകമായ ഇബാദത്തുകൾക്ക് ആരും കൂടിയിരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുമെന്ന് പറഞ്ഞതിനാൽ ആളുകൾ ഒരു കൂട്ട മജ്ലിസ് ഉണ്ടാക്കി ദുആ ചെയ്യേണ്ട ബിദ്അത്തിന്റെ മജ്ലിസുകൾ ഉണ്ടാക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു തആല നിന്റെ ആ സമയത്ത് നിന്റെ കൽബ് മുവഹിദിന്റെ കൽബാണെങ്കിൽ, ആ സമയത്ത് നിന്റെ കൽബ് ബിദ്അത്തുകളിൽ നിന്ന് മുക്തമാണെങ്കിൽ, ആരോടും പകയും വിദ്വേഷവും ഇല്ലാത്ത കൽബാണ് നിനക്കുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരുന്നതാണ്. നീ അതിനുവേണ്ടി മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതിൽ നിന്നും നീ അകന്നു പോകാൻ പാടില്ല എന്ന കാര്യമാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിന്റെ തൊട്ടു മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ശഅബാനിന്റെ പുണ്യം മാത്രം ഉദ്ദേശിച്ചതൊന്നും അങ്ങനെ ആ സമയത്ത് നോമ്പെടുക്കാൻ പാടില്ല. കാരണം പ്രത്യേകം ഹദീസ് വന്നിട്ടുണ്ട്, ലാ യതഖദ്ദമന്ന അഹദുകും റമളാൻ ബിസൗമി യൗമിൻ ഔ യൗമൈൻ, ആരെങ്കിലും റമളാനിന്റെ 1-2 ദിവസം മുമ്പ് നോമ്പെടുക്കാൻ പാടില്ല. ഇല്ലാ യകുന റജുലുൻ കാന സൗമഹു ഫല്യസും ദാലിക്കൽ യൗം, പതിവായി എടുക്കുന്ന ചിലരുണ്ടാകും, തിങ്കളും വ്യാഴവും ഒക്കെ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ആളുകൾ, അങ്ങനെ ആരെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കതാവാം. അതല്ലാതെ റമളാനിന്റെ തൊട്ടു മുമ്പ് ശഅബാൻ 29 അല്ലെങ്കിൽ ശഅബാൻ 30 അങ്ങനെയുള്ള ദിവസം നോമ്പെടുക്കാൻ പാടില്ല. അഥവാ റമളാൻ ആണെങ്കിൽ സൂക്ഷ്മതക്ക് അത് തീരെയും പാടില്ല എന്നുള്ളത് പ്രത്യേകം ഹദീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്തുള്ള നോമ്പ് സഹോദരങ്ങളെ ഒഴിവാക്കുക. സഹോദരങ്ങൾ, ഇതെല്ലാം ശഅബാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാനും അത് അമലിൽ കൊണ്ടുവരാനും നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്തിനാൽ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ صغيرها وكبيرها يا أرحم الراحمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.